നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ 2024 എല്ലാവർക്കും നല്ലൊരു വർഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. 2024 എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. ഇപ്പോൾ ഞാൻ രാവിലെ എഴുന്നേൽക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. എന്നെക്കൊണ്ട് പറ്റാത്ത അല്ലെങ്കിൽ എന്നെക്കൊണ്ട് കഴിയാത്തൊരു കാര്യമായിരുന്നു രാവിലെ എഴുന്നേൽക്കുക, പഠിക്കുക എന്നുള്ളത്. എനിക്ക് പറ്റില്ല എന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചിരുന്നു. പക്ഷേ ഇപ്പം അത് എനിക്ക് പതിയെ പതിയെ ഞാൻ അതിനു വേണ്ടി ശ്രമിച്ചു. ഇപ്പോൾ അതെനിക്ക് സാധിക്കുന്നുണ്ട്. ഏകദേശം 4-4:30 ആകുമ്പോഴത്തേക്ക് എഴുന്നേൽക്കും. 4 മണിക്കാണ് അലാറം വെക്കുന്നത്. പക്ഷേ 4-4:30 ആകുമ്പോഴത്തേക്ക് എഴുന്നേൽക്കും. പതിയെയാണ് ഞാൻ അതിൻ്റെ സമയം കൂട്ടി വന്നത്. നേരത്തെ 6 മണിക്കൊക്കെ ആയിരുന്നു എഴുന്നേറ്റുകൊണ്ടിരുന്നത്. പതിയെ പതിയെ എൻ്റെ സമയം 4:30 എത്തിച്ചിട്ടുണ്ട്. അത് ഞാൻ ആ സമയത്ത് ഉടനെ അങ്ങ് പഠിക്കാറില്ല. എൻ്റെ കുറച്ച് ഹെൽത്ത് വൈസ് ഞാൻ നോക്കും. മെഡിറ്റേഷൻ കുറച്ച് ചെയ്യുന്നുണ്ട്. കുറച്ച് യോഗ, സ്ട്രെച്ചിങ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും എക്സസൈസും ഒക്കെ ഒന്ന് അതിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താറുണ്ട്. അതുകൊണ്ട് രാവിലെ ഒരുപാട് അങ്ങ് സമയം പഠിക്കാൻ വേണ്ടി കിട്ടാറില്ല. തലേന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്ന് റീവൈൻഡ് ചെയ്യാനും ഒന്ന് ഓർത്ത് നോക്കാനും മാത്രമാണ് ഇപ്പോൾ ഞാൻ ഈ രാവിലെ എഴുന്നേറ്റ് ശ്രമിക്കാറുള്ളൂ. അത് കുറച്ചുകൂടെ സമയം കൂട്ടിയാൽ മാത്രമേ എന്തെങ്കിലും പുതിയൊരു കാര്യങ്ങൾ കൂടെ രാവിലെ പഠിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ മോൾക്ക് രാവിലെ സ്കൂളിൽ പോകണം, രാവിലെ എന്തെങ്കിലുമൊക്കെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് പൊതുവേ താമസം ഉള്ളതുകൊണ്ടും കുറച്ച് രാവിലെ തന്നെ അതിന് പ്രിപ്പയർ ചെയ്താലേ 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ കാര്യങ്ങളെല്ലാം റെഡിയാവും. അപ്പോൾ മോളെ വിട്ടതിന് ശേഷമാണ് പിന്നെ പഠിക്കാനിരിക്കുന്നത്. ഇന്ന് ഒന്നും കുക്ക് ചെയ്യുന്നില്ല. ഇന്ന് കുക്കിംഗ് ഇല്ലാത്തൊരു ദിവസമായതുകൊണ്ട് മാക്സിമം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ കിട്ടുന്നത് വളരെ ചുരുക്കമേ ഉള്ളൂ അങ്ങനെയൊക്കെ ദിവസങ്ങൾ കിട്ടുന്നത്. അപ്പം മാക്സിമം അതങ്ങ് ഉപയോഗിക്കുക. അല്ലെങ്കിൽ നമുക്ക് ഒരു വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും ഒരുപാട് കാര്യങ്ങൾ കാണും. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ കൂടെ ആരും ഇല്ലെങ്കിൽ ഒരു വീട്ടിലെ മുഴുവൻ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പഠിക്കാൻ കിട്ടുന്നത് ചിലപ്പോൾ കുറച്ച് സമയമായിരിക്കും. അപ്പോൾ ഇന്ന് കുറച്ചേറെ സമയം കിട്ടിയതുകൊണ്ട് അതനുസരിച്ച് പഠിച്ചു. അപ്പോൾ രാവിലെ ക്ലാസ്സിൽ തന്ന കുറച്ച് നോട്ടുണ്ടായിരുന്നു. അത് SCERTയും കൂടെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കി. അതിനുശേഷം പിന്നെ കുറച്ച് മാത്സും അങ്ങനെ എല്ലാം കൂടെ ഒന്ന് ഇതാക്കി പഠിക്കുകയാണ്. എനിക്ക് പൊതുവേ ഒരു ടോപ്പിക്ക് എടുത്തു കഴിഞ്ഞാൽ അത് ഫുൾ തീർക്കുന്നത് എനിക്ക് നല്ല ഇഷ്ടമുള്ളതാണ്. പക്ഷേ അപ്പോഴത്തേക്ക് നമ്മുടെ ബ്രെയിൻ അത്ര ഇതാവും, ഒരു സ്ട്രെസ്സാവും, അല്ലെങ്കിൽ ആ ഒരു ഇതാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്കത് ഒരു കാര്യം ഇങ്ങനെ പഠിക്കാൻ എടുക്കുമ്പം അത് ബാക്കിയും കൂടെ അറിഞ്ഞാൽ കൊള്ളാമെന്നൊക്കെ തോന്നും. അങ്ങനെ പഠിക്കുന്നതാണ് ഇഷ്ടം. ഇന്ന് ലഞ്ചൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു, പുറത്തുനിന്ന് വാങ്ങിച്ചത്. അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ കുറച്ച് ജോലിയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ഈ വർഷത്തെ ഒരു റീക്യാപ്പ് പോലെ നമുക്കൊരു റിവ്യൂ പോലെ ചെയ്യാൻ തൊഴിൽ വേദിക്കകത്തുനിന്ന് ഉള്ളൊരു പങ്ക്തിയായിരുന്നു ഇത്. അപ്പോൾ അത് നോക്കി. അപ്പോൾ ഈ വർഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, മുഴുവൻ കാര്യങ്ങളൊന്നുമില്ല, ഏറ്റവും അത്യാവശ്യമായിട്ടും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും എല്ലാവരും നോക്കിക്കണ്ട കുറച്ച് കാര്യങ്ങൾ സ്പോർട്സ് റിലേറ്റഡും സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫാക്റ്റ് ഉണ്ടായിരുന്നു. അതായിരുന്നു പിന്നെ ഒന്ന് നോക്കിയത്. എനിക്ക് ഏറ്റവും പ്രയാസമുള്ളൊരു ഒരു ടോപ്പിക്കാണ് ഈ സ്പോർട്സും പിന്നെ നമ്മുടെ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ളത്. പെട്ടെന്ന് അതിൻ്റെ വാക്കുകളും ആൾക്കാരെയൊക്കെ മറന്നു. ഒന്നാമത് അതിൻ്റെ ഓരോ ഓർഗനൈസേഷൻ്റെയൊക്കെ പേര് ഓർത്തിരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് പ്രയാസമാണ്. പിന്നെ വർഷങ്ങൾ, അതൊക്കെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു ടോപ്പിക്കായിട്ടാണ് എനിക്കത് തോന്നിയിട്ടുള്ളത്. അപ്പം കഴിഞ്ഞ വർഷം 2023 നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളും സ്പോർട്സും അല്ലാത്തതായിട്ടുള്ളതും ഉണ്ട്. പിന്നെ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പങ്ക്തിയായിരുന്നു. അതായിരുന്നു ഞാൻ ഉച്ച കഴിഞ്ഞിട്ട് കുറച്ചൊരു സമയം കിട്ടിയപ്പോൾ ഇരുന്ന് നോക്കിയത്. പിന്നെ വൈകിട്ട് 3-3:30 ആകുമ്പോഴത്തേക്ക് മോള് വരാനുള്ള സമയമാണ്. പിന്നെ അവളുടെ കുറച്ച് കാര്യങ്ങളും കുറച്ച് വർത്തമാനങ്ങളും സ്കൂളിലെ കുറച്ച് വിശേഷങ്ങളും ഒക്കെ പങ്കുവെക്കുമ്പോഴത്തേക്ക് ഏകദേശം വൈകിട്ടാവാറാവും. അപ്പോഴത്തേക്ക് 7 മണിക്കുള്ളിൽ മാക്സിമം ഞാൻ ഡിന്നറിനുള്ള കാര്യങ്ങളെല്ലാം സെറ്റാക്കും. ഞാനും മാക്സിമം നേരത്തെ തന്നെ കഴിക്കുന്ന ഒരാളാണ്. ഒരുപാട് ലേറ്റ് ആക്കത്തില്ല. ചിലപ്പോഴൊക്കെ കഴിക്കാറുമില്ല. നേരത്തെ തന്നെ ഭക്ഷണം കഴിക്കുന്നത് എനിക്കൊരു നല്ലൊരു ഇതായിട്ടാണ് എനിക്ക് പൊതുവേ തോന്നിയിട്ടുള്ളത്. ഉറങ്ങുന്നതിന് നല്ലൊരു സുഖമാണ്. ഒരു വയറ്റിനകത്ത് എന്തോ ഒരു വലിയ കാഠിന്യമുള്ള സാധനം കിടക്കുന്ന പോലെ തോന്നാറില്ല. ഉറക്കം നല്ലൊരു സുഖകരമാക്കാൻ നമുക്ക് നേരത്തെ ഭക്ഷണം കഴിക്കുന്നത് നന്നായിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ പിന്നെ കുറച്ച് സമയം മോളെയൊക്കെ പഠിപ്പിച്ച് അവരുടെ കൂടെ കുറച്ച് നേരമൊക്കെ അവരുടെ കൂടെ ഇരുന്നില്ലെങ്കിൽ അവർക്ക് കൂടെ ഭയങ്കര ഒരു മുഷിപ്പാണ്. അപ്പം കുറച്ച് സമയം മോളുടെ കൂടെ സ്പെൻഡ് ചെയ്യും. പിന്നെ രാത്രി പഠിച്ചത് 1ാം പഴശ്ശി കലാപവും അതിൻ്റെ കാരണങ്ങളും 2ാം പഴശ്ശി കലാപവും നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ഒന്ന് മാത്രമേ ഉള്ളൂ. അത് ആ തൊഴിൽ വാർത്തയുടെ ആ സപ്ലിമെൻ്റ് കിട്ടുന്ന അതിനകത്തൊക്കെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ പഴശ്ശി യുദ്ധങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇത് ഡിഗ്രി ലെവലിൻ്റെ ഒരു റാങ്ക് ഫെയറാണ് ലക്ഷ്യയുടെ. അപ്പോൾ അതിൽ നോക്കിയിട്ടും
പിന്നെ ഞാനൊരു വീഡിയോ കണ്ടിരുന്നു. ഈ പഴശ്ശിയുദ്ധങ്ങൾ എന്ന് ഞാൻ പഴശ്ശിയുദ്ധങ്ങൾ SCERT നോട്ട്സ് എന്ന് പറഞ്ഞാൽ നോക്കിയത്. SCERTയിൽ എന്തെങ്കിലും അതിനെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നോട്ട് നോക്കിയപ്പോൾ അങ്ങനെ ചെന്നപ്പോൾ ഭയങ്കര റാൻഡമായിട്ടൊരു വീഡിയോ കണ്ട്. നല്ല ഒരു ക്ലാസ്സാണ്. ആ സാറ് നമുക്ക് ക്ലാസ്സിൽ നമ്മൾ ഇരുന്ന് കേൾക്കുന്ന പോലൊരു ഫീലോടെ ആ സാറ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ടാണ് ഞാൻ ഈ ഭാഗം അത്യാവശ്യം കംപ്ലീറ്റ് ചെയ്തത്. ഇതിനകത്തില്ലാത്ത ഈ റാങ്ക് ഫയലിൽ പറയാത്ത കുറേ കാര്യങ്ങൾ ആ സാറ് പറഞ്ഞു. അതിങ്ങനെ അവർ പഠിപ്പിച്ചും ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഒരുപാട് പോയിൻ്റ് അപ്പോൾ അവരിങ്ങനെ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ ഒരുപാട് പോയിൻ്റ് അവർ തന്നെ അറിയാതെ കയറി വരും. അവർ മനഃപൂർവ്വം ചിലപ്പോൾ അത് പറയണമെന്ന് വെച്ച് പറയുന്നതായിരിക്കില്ല. പക്ഷേ അത്രയും ഡീപ്പായിട്ട് പഠിക്കുന്നവർക്കൊക്കെ ആ ഒരു വർഷം കേൾക്കുമ്പോൾ പല പല കാര്യങ്ങളിങ്ങനെ ആ സംഭവമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പല പല കാര്യങ്ങളും പോയിൻറ്റും ഇങ്ങനെ വരും. അപ്പോൾ അങ്ങനെ ആ സാറ് നന്നായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മിസ്റ്റർ ആൻഡ് മിസ്സസ് PSC എന്ന് പറയുന്നൊരു യൂട്യൂബ് ചാനലിൽ ഞാൻ ഇപ്പോൾ കണ്ടാണ്. വളരെ റാൻഡമായിട്ട് ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ നോക്കിയപ്പം ഒരു 46 മിനിറ്റിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു. അപ്പം കുറച്ച് ലോങ് വീഡിയോ ആകുമ്പോൾ കുറച്ച് ഡീപ്പായിട്ട് പറയുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വെറുതെ നോക്കിയതാണ്. പക്ഷെ നല്ല ക്ലാസ്സാണ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് ആ പഴശ്ശി കലാപങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ആ സാർ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് നോക്കിയാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ സ്റ്റിക്ക് നോട്ട്സ് കൂടെ വെച്ച് വേറൊരു പേപ്പറിലോ അല്ലെങ്കിൽ ബുക്കിലോ ഒന്നും എഴുതിയില്ല. ഞാൻ ഇതിനകത്ത് തന്നെ ഒരു സ്റ്റിക്ക് നോട്ട്സും പിന്നെ അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് മാർക്ക് ചെയ്താണ് അത് പഠിച്ചത്. അല്ലെങ്കിൽ പിന്നെ വേറെ നോട്ട് എഴുതുമ്പം ഇപ്പം ഞാൻ പല എഴുതിയ നോട്ടൊന്നും ഇപ്പം നോക്കിയിട്ട് കാണുന്നില്ല. അതിപ്പോൾ വീട്ടിൽ നിന്ന് വേറെ വീട്ടിലോട്ട് പോകുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ടും കൊണ്ടുപോകും, അവിടുന്ന് ഇങ്ങോട്ടും കൊണ്ടുപോകും. കൊണ്ടുവരുന്ന കൂട്ടത്തിൽ എവിടെയെങ്കിലുമൊക്കെ അങ്ങ് പോകും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ അതിൽ തന്നെ ബുക്കിൽ തന്നെ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാനും സ്റ്റിക്ക് നോട്ട്സിലും അങ്ങനെയൊക്കെ ശ്രമിക്കുകയാണ്. അതാകുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ അങ്ങ് ഇരിക്കുമല്ലോ. അപ്പം അങ്ങനെ ഇങ്ങനെയൊക്കെ പഠിച്ചിട്ട് എത്തുമെന്നൊക്കെ എനിക്ക് നല്ല ഭയമാണിപ്പോൾ. കാരണം ഒന്നും അങ്ങോട്ട് സമയമൊന്നും തികയാത്ത പോലെ എന്തോ ഒരു ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ട് ഇപ്പം. നേരത്തെ എനിക്ക് അങ്ങനെ വലിയ ഇതൊന്നും ഇല്ലായിരുന്നു, ടെൻഷൻ. പക്ഷേ ഭയങ്കര ആത്മവിശ്വാസമായിരുന്നു ഇതൊക്കെ പറ്റും എന്നുള്ളത്. പക്ഷേ നമുക്ക് ആ ചെന്നിരിക്കുന്ന ആ ഒരു നിമിഷം എന്ന് പറയുന്നത് ഭയങ്കര ക്രൂഷ്യലാണ്. അവിടുന്ന് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ഭയങ്കര ടെൻഷൻ അടിച്ചാലും പ്രശ്നമാണ്, ഭയങ്കര കൂളായാലും പ്രശ്നമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ന്യൂട്രലിൽ നിൽക്കണമെന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയും നമ്മൾ ഭയങ്കര ഇതായിട്ട് എക്സാം പഠിക്കുമ്പോഴത്തേക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ടെൻഷൻ ഇപ്പോൾ വരുന്നുണ്ട്. എന്താകും എന്നെക്കൊണ്ട് പറ്റുമോ എന്നുള്ളൊരു ചിന്തയൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. പറ്റുന്നത് പോലെയൊക്കെ പഠിക്കാൻ ശ്രമിക്കുകയാണ്. ശ്രമിക്കാഞ്ഞിട്ടാണ് കിട്ടാതിരുന്നത് എന്നുള്ളൊരു വിഷമം, അല്ലെങ്കിൽ മുന്നോട്ടായാലും വേണ്ടാലോ എന്ന് വിചാരിച്ച് എന്നാൽ നമ്മളെക്കൊണ്ട് പറ്റുന്ന അതുപോലെ മാക്സിമം ശ്രമിച്ച് നോക്കുകയാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. പിന്നെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. എല്ലാവരും കിട്ടുന്ന സമയമൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. പിന്നെന്താണ്, പിന്നൊന്നുമില്ല. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ രാത്രിയിൽ അധികം സമയം ഇരിക്കാറില്ല. രാവിലെ എഴുന്നേൽക്കണമെങ്കിൽ രാത്രി നേരത്തെ കിടക്കണം. അപ്പോൾ ഇപ്പോൾ ഏകദേശം 9:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മാക്സിമം കിടക്കാൻ വേണ്ടി ശ്രമിക്കും, അല്ലെങ്കിൽ എനിക്ക് മൈഗ്രെയിൻ വരും. എൻ്റെ ഒരു ബാലൻസിൽ ഇതിൽ പോയില്ലെങ്കിൽ മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ ഫുൾ ഡേ പോകും. അതുകൊണ്ട് മാക്സിമം ഞാൻ രാത്രി അങ്ങനെ ഇരിക്കില്ല. കുറച്ച് സമയമൊക്കെ ഇരിക്കും, പിന്നെ അങ്ങ് കിടക്കും. 9:30 ആകുമ്പോഴത്തേക്ക് മാക്സിമം 10 മണിക്കുള്ളിൽ എന്തായാലും കിടക്കും.